NMMS എക്സാമിൽ കെമിസ്ട്രിയിൽ വരാവുന്ന ഒരു ടോപ്പിക്കാണ് കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് അഥവാ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് കെമിസ്ട്രി എന്ന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട് കെമിസ്ട്രി വരുന്ന ഏരിയാസ് വെച്ചുകൊണ്ട് ഇതിലൊക്കെ ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി കണ്ടെത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും വരാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ ഓരോ ചോദ്യങ്ങളും വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുള്ളത് ചെക്ക് ചെയ്യുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്യാം. നമ്മുടെ NMMS എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടാ. ഓക്കെ യെസ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ പറഞ്ഞവയിൽ താഴെ കൊടുക്കുന്നവരിൽ ഖരപദാർത്ഥത്തിന് മാത്രം അനുയോജ്യമായത് അഥവാ നമുക്കറിയാം സോളിഡിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ 4 സെന്റൻസിൽ ഏതാണ്? അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ എല്ലായിടത്തും നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഈസ് വെരി ലാർജ്. സോളിഡിന് മാത്രമാണ് കേട്ടോ. സോളിഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സാധനം എന്താ? ആ പാർട്ടിക്കിൾസ് എങ്ങനെ ഉണ്ടാവുക? വളരെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ ഡിസ്റ്റൻസ് അടുത്താണോ? അല്ല. എനർജി വെരി ഹൈ ആണ്. എനർജി എപ്പോഴാണ് കൂടുക? കൂടുതൽ അകലത്തിലാവുമ്പോൾ മൂവ് ചെയ്യാൻ കഴിയുമ്പോഴല്ലേ എനർജി ഉണ്ടാവുക. അപ്പോൾ അതുമല്ല. പാർട്ടിക്കിൾ ഹാവ് ഗ്രേറ്റർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അഥവാ ചലിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. ആണോ? ഒരിക്കലുമല്ല. പാർട്ടിക്കിൾ റിമൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. സോ ദിസ് ഈസ് എ റൈറ്റ് ആൻസർ. കണികകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് വളരെ അടുത്തിരിക്കുന്നു, അവർക്ക് അധികം മൂവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതായിരിക്കും ആൻസർ ആയിട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 3 കാര്യങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ 3ഓ 4ഓ കാര്യങ്ങൾ ഗ്യാസിനാണ് കൂടുതൽ. എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഡിസ്റ്റൻസ്, കണികകൾ തമ്മിലുള്ള അകലം, ഊർജം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ചലിക്കാനുള്ള സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ എനർജി. ഇതൊക്കെ ആർക്കാണ് കൂടുതൽ? ഗ്യാസിനാണ് കൂടുതൽ. അത് ഏറ്റവും കുറവ് സോളിഡിനാണ്. ഒന്ന് മാത്രമാണ് സോളിഡിന് ഏറ്റവും കൂടുതലുള്ളത്. അതെന്താണ്? ഈ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, പരസ്പരം ആകർഷണ ബലം എന്താണ്? സോളിഡിനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ ഡിഫ്യൂഷനുള്ള എബിലിറ്റി, പരസ്പരം കൂടിക്കലരാനുള്ള എബിലിറ്റിക്കാർക്കാണ് ഗ്യാസിനാണുള്ളത്. കംപ്രസിബിലിറ്റി, അതിനെ ചുരുക്കാനുള്ള കഴിവ്, എക്സ്പാൻഷബിലിറ്റി അഥവാ എക്സ്പാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി, അതൊക്കെ ഗ്യാസിനാണ് കേട്ടോ കൂടുതലുണ്ടാവുക. അപ്പോൾ ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇവിടെ 2 കോളംസ് ഉണ്ട്. മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ്. ഒന്ന് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം എന്താണ്? അത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കും. കാരണം എന്തേ? അതൊരു പോയിസൺ ഗ്യാസ് ആണ്. അയാൾ ഹീമോഗ്ലോബിനുമായി കുടിച്ചാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ എമൗണ്ട് കുറയും. ഇറ്റ് മേ ലീഡ്സ് ടു ഡെത്ത്. അത് മരണത്തിലേക്ക് കാരണമാകും. നൈട്രജന്റെ ഓക്സൈഡ് ആണ് നമുക്കറിയാം എന്തിനുണ്ടാക്കുന്നത്? ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ആസിഡ് റെയിൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത് വരുന്നത്? നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ആൻസർ വരിക 1C വരുന്ന 2 ഓപ്ഷൻ ഉള്ളത്. നൈട്രജൻ 2A വരുന്നത് ഒറ്റൊന്നേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ എ ആയിരിക്കും ഈ ചോദ്യത്തിന് ആൻസർ കേട്ടോ. വളരെ ഈസി ആയിട്ട് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു? കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്നാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. അത് ഓക്സിജന്റെ കപ്പാസിറ്റി കുറയും. ഗ്ലോബൽ വാർമിംഗ് നമുക്കറിയാം ഓരോ വർഷം കഴിയുന്തോറും കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ കൂടുമ്പോൾ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നമ്മളെപ്പോഴും പറയും കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ചൂടാണ്, ഇപ്രാവശ്യം പറയുന്നത് ഇപ്രാവശ്യം അതിനേക്കാളും ചൂടാണ്, നെക്സ്റ്റ് വർഷം എന്താ പറയുക അത് അതിനേക്കാളും കൂടുതലാണ്. കാരണം എന്തേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമൗണ്ട് കൂടുകയാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കൂടുകയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ആസിഡ് മഴ പെയ്യുന്നത്, അമ്ലമഴ. ആസിഡ് റെയിൻ എങ്ങനെയാണ്? സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസസ് ഒക്കെ എന്ത് ചെയ്യുന്നു? വാഹനങ്ങളിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ആകാശത്തേക്ക് പോകും. ആകാശത്ത് അത് റെയിൻ വാട്ടറുമായിട്ട്, മഴവെള്ളവുമായി കൂടിച്ചേരും. എന്നിട്ട് സൾഫ്യൂറസ് ആസിഡ്, നൈട്രിക് ആസിഡ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? ആസിഡ് റെയിൻ ആയിട്ട് പെയ്യും. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. സെപ്പറേറ്റിംഗ് ഫണൽ എന്നുള്ള ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ഏതിനെയാണ് വേർതിരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയുള്ളവയാണ് വേർതിരിക്കാൻ പറ്റുക? അപ്പോൾ ഇത് ഏത് ടോപ്പിക്കാണ്? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്നത് വെച്ചാൽ ഇത് ഏത് ടോപ്പിക്കാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഇത് നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കും. സെപ്പറേറ്റിംഗ് ഓഫ് മിക്സ്ചർ, മിശ്രിതങ്ങളെ വേർതിരിക്കുക എന്നുള്ള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കിക്കേ, മിസിബിൾ ലിക്വിഡ് വിത്ത് ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്. തിളനിലകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാവണം. തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസം, പരസ്പരം കലരുന്ന ദ്രാവകം മിസിബിൾ ആണ്. കടൽ ജലത്തിൽ നിന്നുള്ള കറിയുപ്പ്, പരസ്പരം കലരാത്ത ദ്രാവകങ്ങൾ, ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്. ഏതാണ് മക്കളെ ഉപയോഗിക്കുക? ഇതാണ് മക്കളെ നമുക്കറിയാം സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യും?
ഈ പറയുന്ന ഡെൻസിറ്റി സാന്ദ്രതയുടെ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ വേർതിരിക്കുക. അപ്പോൾ പരസ്പരം കലരുമോ? ഇപ്പോൾ നമുക്കറിയാം ഓയിലും വാട്ടറും കൂടി കൂടിച്ചേർന്നു, അല്ലെങ്കിൽ കെറോസിനും വാട്ടറും അല്ലേ. അപ്പോൾ ആർക്കാണോ ഡെൻസിറ്റി സാന്ദ്രത കൂടുതൽ അയാൾ താഴത്ത് വരും. ഇപ്പോൾ വാട്ടറും പെട്രോളും എടുത്താൽ വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ, അയാൾ താഴത്ത് വരുന്നു, പെട്രോൾ മുകളിൽ വരും. അപ്പോൾ ഇത് ഓണാക്കുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ മാത്രം താഴെ വരും. കറക്റ്റ് എടുത്തുമ്പോൾ ഓഫാക്കും. നമുക്ക് വാട്ടറിനെയും പെട്രോളിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യൂറിയ ഏത് തരം വളമാണ് അല്ലേ? അപ്പോൾ യൂറിയ നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഒരു എന്താണ് നൈട്രജൻ വളമാണ് എന്ത് യൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ എന്നൊക്കെ തുടങ്ങുന്നത് അമോണിയ ഉപയോഗിച്ചുകൊണ്ട്. അമോണിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NH3 ആണ്, നൈട്രജൻ്റെ ഒരു സംയുക്തമാണ്. അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത്. റെഡി? അപ്പോൾ ഈ രൂപത്തിൽ നമുക്കറിയാം ഒരു പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് അല്ലേ? നൈട്രജൻ ആണ് വേണ്ടത്. നമുക്ക് ഓൾറെഡി ആണ്. നമുക്ക് ഓക്സിജൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെയാണ് പ്ലാന്റ്സിന് അല്ലെങ്കിൽ ട്രീസിന് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നൈട്രജന് ആയിട്ടുള്ള ഒരു വളമാണെന്ത് യൂറിയ എന്ന് പറയുന്നത്. ക്രൊമറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം എന്താണ്? ക്രൊമറ്റോഗ്രാഫി നമുക്കറിയാം മറ്റൊരു ഈ പറഞ്ഞ സെപ്പറേഷൻ ഓഫ് മിക്സ്ചർ ആണ്, മിശ്രിതങ്ങൾ വേർതിരിക്കുക എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പോൾ നമുക്കറിയാം ക്രൊമറ്റോഗ്രാഫി എന്ത് ചെയ്യുന്നു? ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഇങ്കിലുള്ള ഘടകങ്ങൾ, ഒരു മഷിത്തുള്ളിയിലുള്ള ഘടകങ്ങൾ വേർതിരിക്കണമെങ്കിൽ ഒരു ഫിൽട്ടർ പേപ്പർ വെച്ചുകൊണ്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇങ്കിലുള്ള ഓരോ ഘടകങ്ങളും എന്ത് ചെയ്യും മക്കളെ അല്ലേ? ഓരോ കളേഴ്സും സെപ്പറേറ്റ് ആവും. റെഡ്, ഗ്രീന്, ബ്ലൂ ഒക്കെ എന്ത് ചെയ്യും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് ഏതാണ്? ഈ പറഞ്ഞ അബ്സോർപ്ഷൻ അല്ല, അഡ്സോർപ്ഷൻ, അതിശോഷണം എന്ന് പറയുന്നതാണ്. അബ്സോർപ്ഷൻ നമുക്കറിയാം ആഗിരണമാണ്. ഒരു സ്പോഞ്ച് വെള്ളത്തിലിട്ടാൽ വെള്ളം ചെയ്യൂടാ സ്പോഞ്ചിന്റെ ഉള്ളിൽ കയറും അല്ലേ? ഇങ്ങനെ വെള്ളത്തിലിട്ടാൽ ആ വെള്ളം ചെയ്യും സ്പോഞ്ചിന്റെ ഉള്ളിൽ കയറും. അതാണ് ആ അബ്സോർപ്ഷൻ, AB ആഗിരണം. എന്നാൽ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് ആകർഷിക്കും, പക്ഷെ എന്ത് ചെയ്യും? അതിൻ്റെ സർഫസിൽ മാത്രം, പ്രതലത്തിൽ മാത്രം എന്ത് ചെയ്യും? പറ്റിപ്പിടിച്ച് കിടക്കും. ഓക്കെ, ഇപ്പം നമുക്കറിയാം ബോൺ ചാർക്കോള് എന്ത് ചെയ്യുന്നു? നമ്മൾ പിന്നെ പഞ്ചസാരയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പഞ്ചസാരയിലുള്ള കളർ ചേഞ്ചിങ്ങൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ അബ്സോർബ് ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള അതെന്താണ് ഈ പറഞ്ഞ അഡ്സോർപ്ഷന് എക്സാമ്പിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡീകളറൈസിങ് ഓഫ് ഷുഗർ ഫ്രം ഷുഗർ കെയിനിൽ നിന്ന് ഷുഗറിനെ വേർതിരിക്കുന്ന സമയത്ത് നല്ല പ്യുവർ നമുക്കറിയാം വൈറ്റ് ക്രിസ്റ്റലൊന്നുമല്ല, നല്ല വെളുത്ത കളറിലുള്ള കളറൊന്നുമല്ല ശരിക്കുള്ളത്. പക്ഷേ ഈ ബോൺ ചാർക്കോൾ അതിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതെന്ത് ചെയ്യുക? നന്നായിട്ട് അതിൻ്റെ ഡീകളറൈസ് ചെയ്ത് നല്ല പ്യുവർ വെള്ള കളറിൽ നമുക്ക് കിട്ടുന്നത്. അശാസ്ത്രീയമായ രാസവള പ്രയോഗവുമായി ബന്ധപ്പെട്ടത് ശരിയായി തിരഞ്ഞെടുക്കുക അല്ലേ? നോട്ട് ഹാംഫുൾ ആണ്, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണോ? ഒരിക്കലും അല്ല. പ്രൊമോട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ദ സോയിൽ കോസസ് ഹെൽത്ത് ഇഷ്യൂ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏതായിരിക്കും ആൻസർ വരിക അല്ലേ? ഓപ്ഷൻ D ആയിരിക്കും വരിക. ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകും. കാരണം എന്തേ? രാസവളമാണെങ്കിൽ പോലും എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നായിട്ട് ഇടലല്ല, അതിനൊക്കെ ഉണ്ട് പെർട്ടിക്കുലർ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് ഉപയോഗിക്കില്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം പറ്റുക? നമുക്ക് തന്നെയാണ് പ്രശ്നം പറ്റുക. ഓക്കെ, ഇപ്പം നമ്മുടെ വീട്ടിൽ എന്നിട്ട് ഒരു പിന്നെ ജൈവ കൃഷി ഉണ്ട് എന്ന് വിചാരിച്ചോ, ഒരു പിന്നെ എന്തുണ്ട് ഓർഗാനിക് ഫാമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. കാരണം എന്തേ? അതിൽ മറ്റുള്ള ഒരു പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ കീടനാശിനികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും എന്ത് ചെയ്യൂല, സ്വാഭാവികമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. മുറിവുകളിൽ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഏത്? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വൂൺസ് ഉണ്ടായി, അതെന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ആൻറ്റിബയോട്ടിക് വെച്ചിട്ടാണോ, ആൻറ്റിസെപ്റ്റിക് ആണോ, അൻറ്റാസിഡ് ആണോ, അനാൾജസിക് ആണോ, ഇതിൽ എന്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ മുറിവുകളിലുള്ള ജീവികളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നാലും എന്താണെന്നൊരു ഐഡിയ വേണ്ട. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയുടെ ഉള്ളിലുള്ള ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ. ഇപ്പോൾ നമുക്ക് നല്ലൊരു പനി വന്നു അല്ലേ, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക് എടുക്കും ഡോക്ടർമാരെ കണ്ടാൽ അല്ലേ. അപ്പോൾ എന്താ ശരീരത്തിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ഈ പറഞ്ഞ രൂപത്തിൽ ആൻറ്റിസെപ്റ്റിക്. ശരീരത്തിന് പുറത്താണെങ്കിൽ അല്ലേ, നമുക്കറിയാം എന്താണ് ഡെറ്റോളൊക്കെ ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. കാരണം എന്ത്? കിൽ ജേംസ് അല്ലേ, ഓൺ വൂൺസ് ആൻഡ് സ്കിൻ. ശരീരത്തിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മജീവികൾ നശിപ്പിക്കുകയാണ്. അൻറ്റാസിഡ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് അസിഡിറ്റി കൂടിയാൽ അല്ലേ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ചില സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? റെഡ്യൂസ് അസിഡിറ്റി. അനാൾജസിക് ആണെങ്കിലോ പെയിൻ റിലീഫർ ആണ് അല്ലേ, നമുക്ക് വേദന സംഹാരിയാണ്. നമ്മളെ എന്താണ് അല്ലേ പാരസെറ്റമോളും ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ അനാൾജസിക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും മക്കളെ ആൻസർ വരിക? ഓഫ് കോഴ്സ് ആൻസർ ഏതാണ്? ആൻറ്റിസെപ്റ്റിക് ആണ്. ഓപ്ഷൻ
ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. സോഡിയം ക്ലോറൈഡും അമോണിയം ക്ലോറൈഡും അടങ്ങിയ മിശ്രിതത്തിൽ നിന്നും അമോണിയം ക്ലോറൈഡിനെ വേർതിരിക്കുന്ന പ്രക്രിയ. 2 ക്ലോറൈഡാണ്, ഒന്ന് സോഡിയം ക്ലോറൈഡ് ആണ്, നമുക്കറിയാം ഉപ്പാണിത്. അമോണിയം ക്ലോറൈഡ് മറ്റൊരു കെമിക്കലാണ്. ഇതിനെ വേർതിരിക്കുന്ന മെത്തേഡ് ഏതാണ്? യെസ്, ആൻസർ സബ്ലിമേഷൻ, ഉൽപ്പതനമാണ് ആൻസർ വരിക. ഇതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ സ്വേദനം ഓരോന്നും എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാവും. ഡിസ്റ്റിലേഷൻ എപ്പോഴും ഉപയോഗിക്കുക. തിളനിലകൾ തമ്മിൽ, ബോയിലിംഗ് പോയിന്റുകൾ തമ്മിൽ വലിയ വ്യത്യാസം വരണം. ഉപ്പുണ്ട്, വാട്ടർ ഉണ്ട്. അപ്പൊ നമുക്ക് വാട്ടറിന് നമുക്ക് എന്ത് ചെയ്യാം, തിളനില വലിയ വ്യത്യാസമുണ്ട്, നമുക്ക് മെത്തേഡ് ചെയ്യാം. ഹാൻഡ് പിക്കിംഗ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു, കൈ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ചെറിയ രൂപത്തിൽ കൈ ഉപയോഗിച്ചുകൊണ്ടുള്ള വേർതിരിക്കൽ. അതേപോലെ ഫിൽട്രേഷൻ, അരിച്ചെടുക്കുക. അവിടെ സൈസാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഉൽപ്പദനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സോളിഡ് എന്ത് ചെയ്യണടാ, നേരിട്ട് വാതകമായി മാറണം. സോളിഡ് ഡയറക്റ്റ്ലി ചേഞ്ചസ് ടു ഗ്യാസ് ആണ്. അതിന് എക്സാമ്പിൾ അറിയണം. അമോണിയം ക്ലോറൈഡ്, നാഫ്തലീൻ അഥവാ പാറ്റ ഗുളിക, അയോഡീൻ, അതേപോലെ തന്നെ ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിളിച്ചവരാണ് ഡ്രൈ ഐസ്. ഇപ്പോൾ സ്റ്റേജ് ഷോകളിലൊക്കെ നമുക്കറിയാം അല്ലേ, ഒരു ഫോഗി എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഒരു പുകയൊക്കെ വരില്ലേ, ആ സാധനം എന്താണ്, ഡ്രൈ ഐസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ എന്താ വരിക, ഓപ്ഷൻ സി അല്ലെങ്കിൽ 3 സബ്ലിമേഷൻ ആണ് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരിക. സോപ്പ് പ്രവർത്തിക്കാത്തത് ഏത് വെള്ളത്തിലാണ്? തണുത്ത വെള്ളം, മഴവെള്ളം, കഠിനജലം, മൃദുവായ വെള്ളം. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി അല്ലേ, ഹാർഡ് വാട്ടർ ആണ് എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. കാരണം എന്തേ, ഒരു നോർമൽ വാട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടറിൽ സോപ്പ് ഇട്ടാൽ എന്താകും, ലാദർ ഉണ്ടാക്കും, പത ഉണ്ടാക്കും. ഹാർഡ് വാട്ടറിൽ പത ഉണ്ടാക്കില്ല. അതിൻ്റെ കാരണം എന്താണ് മക്കളെ, അതിലെന്തുണ്ട്, കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റോ ക്ലോറൈഡോ സൾഫേറ്റോ ആയ ലവണങ്ങൾ, സോൾട്ടുകൾ ഉണ്ട്. മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒന്നുകിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ സൾഫേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ്. ഇതിൽ ആരെങ്കിലും ഒരാൾ പ്രസന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഹാർഡ് വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. റെഡി? അപ്പോൾ ആൻസർ എന്താ വരിക, ഈ രൂപത്തിൽ ഹാർഡ് വാട്ടർ, കഠിന ജലമാണ് വരുന്നുണ്ടാവുക. ഇനി കോളം എ ഉണ്ട്, കോളം ബി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രൂപത്തിൽ മാച്ച് ദ ഫോളോയിങ് ചെയ്യണം. ലിക്വിഡ് ടു ഗ്യാസ്. ലിക്വിഡ് ഗ്യാസ് ആകുന്നത് ഏതാടാ അല്ലേ, നമുക്കറിയാം വേപ്പറൈസേഷൻ ആണ്, ബാഷ്പീകരണമാണ്. സോളിഡ് ടു ലിക്വിഡ് നമുക്കറിയാം മെൽറ്റിംഗ് ആണ് വരിക അല്ലെ, ഗരം ദ്രാവകമാകുന്നത് ഉരുകുന്നതാണ്. ഗരം നേരിട്ട് വാതകമാകുന്നതോ സബ്ലിമേഷൻ ആണ്, ഉൽപ്പതനമാണ്. വാതകം ഗരമാകുന്നത് കണ്ടൻസേഷൻ അല്ലെ, ഘനീഭവിക്കലാണ്. ഓക്കെ, ശരിക്കും കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടു ലിക്വിഡ് ആണ് കേട്ടോ വരിക. ഗ്യാസ് ടു ലിക്വിഡ് ആണ് പൊതുവെ കണ്ടൻസേഷൻ എന്ന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇതിനെ സോളിഡിഫിക്കേഷൻ എന്നാണ് ശരിക്കും വരേണ്ടിയിരുന്നത്. ഘനീഭവിക്കലല്ല, എന്ത് ചെയ്യാണ്, സോളിഡായി മാറുന്ന സംഗതിയായിരുന്നു വേണ്ടിയിരുന്നത്. ഓക്കെ, സാധാരണ കണ്ടൻസേഷൻ എപ്പോഴും ഉപയോഗിക്കുക, ഗ്യാസ് ടു ലിക്വിഡ് ആണ് വരിക. ഗ്യാസ് ടു ലിക്വിഡ് ആണ് കണ്ടൻസേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ വരിക 1B2C 1B2C 3D 4A അല്ലേ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? അപ്പോൾ ആ സ്റ്റേറ്റ് ഓഫ് മാറ്റർ നമുക്ക് അറിയണം. ഓരോന്നും ഒന്ന് മറ്റേതാകുമ്പോൾ അതിൻ്റെ പേരെന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് മാക്സിമം അറ്റ് അല്ലേ. നമ്മൾ വാട്ടർ നമ്മൾ ഡെയിലി ലൈഫിൽ എന്നും കാണുന്ന സാധനമാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി മാക്സിമം എത്രയാണ്? ആൻസർ അറിയോ? ഡെൻസിറ്റി പറഞ്ഞാൽ സാന്ദ്രത. ആൻസർ സി ഈസ് ദ റൈറ്റ് ആൻസർ. എടാ നമുക്കറിയാം സാധാരണഗതിയിലെ ലിക്വിഡ്, സപ്പോസ് ദിസ് ഇസ് ലിക്വിഡ് അല്ലേ, ഈ പറഞ്ഞ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, സോളിഡ് ആയിട്ട് മാറുകയാണെന്ന് വിചാരിച്ചു. സോളിഡ് പറയുമ്പോൾ എന്തായിരിക്കും, വളരെ അടുത്തായിരിക്കും. ഇതിൽ ആർക്കാ മക്കളെ ഡെൻസിറ്റി കൂടുതൽ, സാന്ദ്രത കൂടുതൽ ആയിരിക്കാം? നമുക്കറിയാം സോളിഡിനാണ് പൊതുവെ ഡെൻസിറ്റി എന്ത് ചെയ്യുക, ലിക്വിഡിനേക്കാളും എന്ത് ചെയ്യുക, ഡെൻസിറ്റി കൂടുതൽ ഉണ്ടാവുക അല്ലെ. ലിക്വിഡിന് ഡെൻസിറ്റി കുറവാണ്. എന്നാൽ ഐസിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഒരു 20 ഡിഗ്രി 30 ഡിഗ്രി 20 ഡിഗ്രിയാണ്, ഡെൻസിറ്റി കുറവാണ് അല്ലെ. എന്ത് ചെയ്യുന്നു, അത് 10 ഡിഗ്രി ആയി, ഡെൻസിറ്റി കൂടി. ഒരു 5 ഡിഗ്രി ആയി, ഡെൻസിറ്റി വീണ്ടും കൂടി. 4 ഡിഗ്രി ആയി, അപ്പോഴും ഡെൻസിറ്റി കൂടും. എന്നാൽ 3 ഡിഗ്രി ആയി, 2 ഡിഗ്രി ആയാലോ പിന്നെ ഡെൻസിറ്റി നേരെ ഓപ്പോസിറ്റ് ആണ്. ഡെൻസിറ്റി ഉള്ളത് എന്ത് ചെയ്യൂടാ, കുറയും. ആ ഡെൻസിറ്റി കുറഞ്ഞത് എന്തുകൊണ്ടാണ്, അവിടെയൊക്കെ വോള്യം കൂടും, വ്യാപ്തം കൂടും. അപ്പോൾ സോളിഡ് ആകുമ്പോൾ, ഖരമായി മാറുമ്പോൾ വ്യാപ്തം കൂടുന്നു. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യാണ്. വോള്യം കൂടിയാൽ, വ്യാപ്തം കൂടിയാൽ ഡെൻസിറ്റി കുറയും. അതുകൊണ്ടാണ് ഐസ് അല്ലേ, ക്യൂബുകൾ വാട്ടറിൽ പൊങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ഐസ്ബർഗുകൾ എന്ത് ചെയ്യുന്നത്, ഓഷ്യനിലൊക്കെ അല്ലെ, സമുദ്രത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, മഞ്ഞുമലകൾ പൊങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അതിന് ഡെൻസിറ്റി കുറവാണ്, അഥവാ വോള്യം കൂടുതലാണ്. അത് വാട്ടറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അത് 4 ഡിഗ്രി വരെയാണ് അത് സംഭവിക്കുള്ളൂ. പിന്നെ
ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. വാട്ടർ ബോയിൽസ് അറ്റ് ഹിമാലയൻ മൗണ്ടെയ്ൻസ് അറ്റ് ദ ടെമ്പറേച്ചർ. നമ്മൾ ഹിമാലയത്ത് പോയി, അവിടെ വാട്ടർ എത്ര ഡിഗ്രിയിലാണ് തിളയ്ക്കുക? 100 ഡിഗ്രി, ബിലോ 100, 100-നേക്കാളും മുകളിൽ, 100-ന്റെ താഴെ, 100 തന്നെ, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും മക്കൾ ആൻസർ വരിക? ഉയരം കൂടുമ്പോൾ ചായയുടെ ടേസ്റ്റ് കൂടുന്നല്ല പറയേണ്ടത്. ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം എന്ത് കുറയും? ഈ പറഞ്ഞ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യും മക്കളെ? അന്തരീക്ഷ മർദ്ദം കുറയും. അന്തരീക്ഷ മർദ്ദം കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ്, തിളനില എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ എത്ര വേണ്ട? 100 ഡിഗ്രിയിൽ മുകളിലല്ല ഉണ്ടാവുക, 100 ഡിഗ്രിയേക്കാളും താഴെയായിരിക്കും. അതെന്ത് ചെയ്യുക? ഒരു 95-96 ഡിഗ്രി ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? അത് തിളയ്ക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അന്തരീക്ഷ മർദ്ദം കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. പ്രഷർ കുക്കറിൽ എന്തുകൊണ്ടാണ് 120 ഡിഗ്രി വേണം തിളക്കാൻ? എന്താ കാരണം? അവിടെ പ്രഷർ കുക്കറിൽ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റും എന്ത് ചെയ്യും? തിളനിലയും കൂടും. 120 ഡിഗ്രിയിലേ തിളയ്ക്കുള്ളൂ. റെഡി? യെസ്. എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയില്ല. സോപ്പ് സൊല്യൂഷൻ ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ, ചേഞ്ച് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു, ഇതൊക്കെയാണ് അതിൻ്റെ ഓപ്ഷൻസ് വന്നത്. അപ്പോൾ സോപ്പ് വെള്ളം നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത്, വാട്ടറിന് പ്രത്യേകം നമുക്കറിയാം സർഫസ് ടെൻഷൻ, പ്രതല ബലം നമുക്കറിയാം അല്ലേ? വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ പ്രതലം അല്ലേ സൈഡിലേക്കും താഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ, ഗോളാകൃതിയിലാണ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുക. അതിൻ്റെ കാരണമൊക്കെ എന്തായിരുന്നു? പ്രതലബലമായിരുന്നു അല്ലേ? ചെറിയ ജീവികൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ സുഖമായിട്ട് ഇങ്ങനെ നടന്നു പോകണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്നാൽ അതിലേക്ക് സോപ്പ് ലായനി ആഡ് ചെയ്താൽ, സപ്പോസ് ഒരു ബ്ലേഡ് എടുത്തു, ബ്ലേഡ് വാട്ടറിന് മുകളിൽ മെല്ലെ വെച്ചാൽ അവിടെ കിടക്കും, താഴൂല. എന്നാൽ അതിലേക്ക് നമ്മൾ സോപ്പ് ലായനി ആഡ് ചെയ്താൽ എന്തോ ഒന്ന് സംഭവിക്കും. അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പോൾ സോപ്പ് ലായനി ചേർത്താൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ, നമ്മൾ വീട്ടിൽ അലക്കുമ്പോഴൊക്കെ സോപ്പ് ചേർക്കുന്നതിന് ഒരു കാരണം ഇതിൽ ഈ പറഞ്ഞ അതിൻ്റെ പ്രതലബലം കൂട്ടാനാണോ കുറയ്ക്കാനാണോ? ചേഞ്ച് ഒന്നുമില്ല. ഈ രൂപത്തിലാണ് ഓപ്ഷൻസ് ഉള്ളത്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇപ്പം നമുക്കറിയാം മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്സാമിൻ ലേണിംഗിൻ്റെ എത്രയോ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാനൽ നമുക്കുണ്ട്. അതൊന്നും മാക്സിമം എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെ NMS ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സും എന്ത് ചെയ്യുക? ഇതൊന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറഞ്ഞ ദിവസമാണ് മുമ്പിലുള്ളത്. അത് ഏറ്റവും നന്നായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ഉറപ്പാണ് NMS നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ പിടിക്കൂലേ? യെസ്, പിടിക്കണം. ആ രൂപത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ എക്സാമിയുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ ലിങ്ക് അതിൻ്റെ താഴെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? എല്ലാ ഡീറ്റെയിൽസും അതിൽ വരും. ഡെയിലി അതിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യട്ടെ? നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് എന്ത് ചെയ്യാണ്? ഓൾ ദ ബെസ്റ്റ് നേരിയാണ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ബൈ.